ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. ഇഫ്താറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. എണ്ണയിൽ പൊരിക്കാതെ നമ്മൾ മോമോസൊക്കെ ചെയ്യുന്ന രീതിയിൽ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ്. സ്പ്രിംഗ് റോളിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ട് അപ്പം ഒരു സ്റ്റീംഡ് സ്പ്രിംഗ് റോള് അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം അതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കണം. അതിനായിട്ട് 1/4 കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ, ഏകദേശം 1/4 കപ്പ് വെള്ളം വേണ്ടി വരും. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ ഒരു നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് അടച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 2 ചെറിയ സവാള, എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 കപ്പ് ക്യാബേജ് കട്ട് ചെയ്തത്, ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ സോയാ സോസ്. ഈ ഫില്ലിങ്ങിലേക്കുള്ള ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് ചിക്കൻ്റെ ഒരു ചെസ്റ്റ് പീസാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അതിൽ നിന്ന് വന്നിട്ടുള്ള സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്ക് ഒഴിച്ച ശേഷം ഫ്ലെയിം ഒന്ന് നല്ലോണം കൂട്ടി വെക്കുക. എന്നിട്ട് ആ സ്റ്റോക്ക് വറ്റുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. വേവിച്ച് കട്ട് ചെയ്ത ചിക്കനാണ് ഇത്. ഏകദേശം 1/2 കപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ കുഴച്ച് വെച്ച മാവ് ഇപ്പം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അത് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റുക. ആ ഒരു മെഷർമെൻറ്റിൽ നിന്ന് ഏകദേശം 15 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഈ ഫില്ലിങ്ങും 15 പോർഷനാക്കിയിട്ട് മാറ്റി വെക്കുക. എന്നാൽ പിന്നെ ബാക്കിയാവാതെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഓരോ ഉരുളെടുത്ത് നന്നായിട്ട് ഉരുട്ടിയ ശേഷം കൈ കൊണ്ട് ഇതേ രീതിയിലൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം അതിൽ കുറച്ച് മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു പത്തിരി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഫില്ലിംഗ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്തിട്ട് ഇത് സ്റ്റീം ചെയ്യാതെ പൊരിച്ചെടുക്കുകയും ചെയ്യാം. പൊരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അരികൊക്കെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ എണ്ണയിലിടുമ്പോൾ പൊട്ടിപ്പോവും. ഞാനിവിടെ സ്റ്റീമറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇഡ്ഡലി തട്ടിലും വേണമെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഓയിൽ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെക്കുമ്പോൾ അത് ഇതിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഓരോന്നായിട്ട് അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ വെക്കണം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ആവി വന്ന ശേഷം പിന്നെ ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ കുറച്ചൊന്ന് ട്രാൻസ്പെറൻ്റ് ആയ പോലെ ഉണ്ടാവും. ട്രാൻസ്പെറൻ്റ് അല്ല, ഇതേ രീതിയിൽ കുറച്ച് ഫില്ലിങ്ങൊക്കെ ഉള്ളിലേക്കൊന്ന് കാണുന്ന രീതിയിലായിട്ടുണ്ടാവും. അപ്പോൾ അത് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വാങ്ങി വെക്കാം. ആവി വന്നിട്ട് വെള്ളമായിട്ടുണ്ടാവും. അത് താഴേക്ക് തന്നെ വീണ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി അതിൽ നിന്ന് ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ഇടുന്നതിൻ്റെ മുന്നേ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയ ശേഷം കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം അടുത്ത ബാച്ച് വെക്കാൻ.
ഇനി അതിലേക്ക് കഴിക്കാൻ പറ്റിയൊരു ചട്നി എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിൽ 1 മിനിറ്റ് വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അതിൻ്റെ തോല് എടുത്ത് മാറ്റുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 അല്ലി വെളുത്തുള്ളി, നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, പിന്നെ 1/4 ടീസ്പൂണിലും താഴെ മുളക് പൊടി. അത് സ്കിപ്പ് ചെയ്യാം, ജസ്റ്റ് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വിനെഗർ. അങ്ങനെ അത് നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.